ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി കേക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്കിന് ഉപയോഗിക്കുന്ന ഒരു റെഡ് സ്പോഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് കേക്കോ അല്ലെങ്കിൽ വാനില കേക്കോ ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കേക്കൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കേക്കിനെ ഞാനിതാ ഇതുപോലെ ഓരോ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ, ഷേപ്പും ഒക്കെ. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഇതുപോലൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മധുരം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അത് ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് മിക്സ് ആവാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഒഴിക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും, അല്ലെങ്കിൽ കട്ടയായിട്ട് വരികയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇതാ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പാകത്തെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പുഡിങ്ങിൻ്റെ ബൗളിലൊക്കെ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും സെർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കസ്റ്റാർഡിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ പീസുകൾ ഇതുപോലെ ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ ഒരു ലെയറായിട്ട് ഇപ്പോൾ കേക്കും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കസ്റ്റാർഡിനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമും പിസ്താഷ്യുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റാർഡാണ് കേട്ടോ ഇത്. കേക്കും കസ്റ്റാർഡും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഓരോ പീസ് കേക്കും അതിൻ്റെ കൂടെ ഇതുപോലെ കസ്റ്റാർഡും പിന്നെ ആ ഒരു നട്ട്സും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.